ഇപ്പൊ എന്തിനാ അതൊക്കെ? ഒന്ന് ചുമ്മാതിരിക്കെ. ചീഫ് ഗസ്റ്റ് ആയിട്ട് അമൂല്യ ചേച്ചി വിളിക്കാനായിട്ട് വന്നതാ. അവര് വരില്ല എന്ന് പറഞ്ഞു. ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്റെ മോളോ? എന്തിനാ അവളെ വിളിച്ചേ? അവളുണ്ടല്ലോ വളരെ ഫേമസ് അമ്മേ. അതെയോ? എനിക്കാ കാര്യം അറിയില്ലായിരുന്നു. ഇരുട്ടിലുണ്ടാവുന്ന വെളിച്ചമില്ലേ, അതുപോലെയാ അമ്മേ. ഓ അമ്മേ, നിങ്ങൾക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ ഫേമസ് എന്ന് പറഞ്ഞത് കള്ളമല്ല. അതിനാ ഞങ്ങൾ വന്നേ. അതിനെന്തൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അടുക്കുന്നില്ല അമ്മേ. അതെയോ? അവളങ്ങനെ ഇല്ലാന്നൊന്നും പറയില്ലല്ലോ. ഞങ്ങളുടെ തലവിധി അമ്മേ. നോന്ന് പറഞ്ഞു. അവര് വന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു രസം ഉണ്ടാവൂല. ഒന്ന് സംസാരിച്ചു നോക്കൂ അമ്മേ. അമ്മേ, അമ്മ പറയുന്നത് കേട്ടിട്ട് ചേച്ചി സമ്മതിക്കുവാണെങ്കിൽ ഈ ഉപകാരം ഞങ്ങൾ ജന്മത്ത് മറക്കില്ല അമ്മേ. അമ്മു, മോളെ അമ്മു. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അപ്പഴേ ആവശ്യത്തിന് കിട്ടിയതല്ലേ? ഈ കിട്ടിയത് നിങ്ങൾക്ക് മതിയായില്ലേ? ചുമ്മാ ഇരിക്കെ, മതി. ചേച്ചി റൗഡ് ബേബിയാണെന്ന് അറിയാം, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുമല്ല, സമാജത്തിന്റെ ആളുകളുമല്ല. നമുക്ക് അപൂർവമായി കിട്ടിയിട്ടൊരു അവസരം ചേച്ചി. എന്താണ് അമ്മു വരില്ലെന്ന് അവരോട് പറഞ്ഞേ? പാവം പിള്ളാര് എത്ര നേരമായിട്ട് വിളിക്കുന്നതിനെ. കണ്ടിട്ട് പാവമുണ്ട്. നീ ഒന്ന് പോയിട്ട് വാ മോളെ. അതേ കഴിഞ്ഞ വർഷത്തെ അമ്പലത്തിലെ ഉത്സവത്തിനെ എത്ര നന്നായിട്ട് ഇവര് ഡാൻസ് ചെയ്തെന്നറിയോ? അയ്യോ, ഇതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒന്ന് മിണ്ടായിരിക്കമ്മേ. എന്തിനു ചേച്ചി കള്ളന്മാരോട് പെരുമാറുന്ന പോലെ ഞങ്ങളോട് പെരുമാറുന്നേ? ഞങ്ങള് പെർക്കികളൊന്നും അല്ല, നല്ല ഉദ്ദേശത്തോടെ വന്നതാ. വേദനിക്കുന്ന ആളുകൾക്ക് സാന്ത്വനം കൊടുക്കുന്ന സ്ഥലമാണോ ചേച്ചി അത്? അതിനെന്തൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അടുക്കുന്നില്ല. അപ്പൊ അതാണോ ഇവിടുത്തെ കാര്യം? പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഒന്ന് പോവാൻ നോക്ക്. ചേച്ചി, നിങ്ങൾ ആ ഫംഗ്ഷന് വന്നില്ലെങ്കിൽ വെള്ളമില്ലാത്ത പാടം പോലെയാവും, പശുവില്ലാത്ത തൊഴുത്ത് പോലെയാവും, സിമ്മില്ലാത്ത മൊബൈൽ പോലെയാവും. ഒന്ന് നിർത്ത് പിള്ളാരെ, മതി. അമ്മു, പാവം പിള്ളാര് എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു നോക്ക്. ഇവരെല്ലാം നമ്മൾ അറിയുന്ന പിള്ളാരല്ലേ മോളെ? നല്ല പിള്ളാരാന്നേ. നീ ഒന്ന് പോയിട്ട് വാടി മോളെ. എന്തായാലും 2000 രൂപ തരാന്ന് പറഞ്ഞതല്ലേ? ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ബിസിനസ്സിലേക്ക് ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ആകുമല്ലോ. അതിഥിയും വിളിച്ച് കൂടെ കൊണ്ടുപോയാൽ മതിയല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഓടി ഇങ്ങ് പോന്നാ മതിയല്ലോ. ചേച്ചി, ഇതുപോലൊരിക്കലും ഇമാജിനേഷൻ പോയിട്ടാണ് നേരത്തെ കൈയൊഴിഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ പോവാണെങ്കിൽ ഞങ്ങളുടെ വയറ്റ് തടിക്കുന്ന പോലെ ആവട്ടോ. ഏ അമ്മു, നീ എന്താ ആലോചിക്കുന്നേ? പോകുന്നോ ഇല്ലയോന്നോ ഒന്ന് പറ. എന്തിനാ സമയം കളയുന്നേ? ഓക്കെ ഓക്കെ, ചേച്ചി മനസ്സൊന്ന് മാറ്റി. നിങ്ങളുടെ ഫംഗ്ഷന് ഞാൻ വരുന്നുണ്ട്. ഏത് ചേച്ചിയാ ചേച്ചി? കൊരങ്ങന്മാരെ, ഈ ചേച്ചിയുടെ കാര്യം തന്നെ കാണിക്കുന്ന ഈ പിള്ളേരുടെ ഒരു കാര്യം. ഈ പ്രപഞ്ചത്തിലേ വിചിത്ര പ്രാണി എന്ന് വെച്ചാലേ അത് നീ മാത്ര. എന്താ മുഖത്തോട്ട് നോക്കുന്നേ? വേഗം ബാഗ് എടുത്തോണ്ട് അകത്തോട്ട് വാ. പ്രമി, നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല കുശുമ്പ. എടി കൊരങ്ങേ, കുമ്പളങ്ങേ, വന്ന് ഈ ബാഗ് എടുത്തോണ്ട് പോവാൻ നോക്ക്. ഹോ, അവസാനം ഈ റൗഡി ബേബി ഒരു സ്റ്റാർ ആവാൻ പോവാ. ഹായ് ബോസ്, ഭക്ഷണമൊക്കെ കഴിച്ചോ? നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭക്ഷണം കഴിച്ച പോലെ തോന്നില്ലല്ലോ. ഇതെന്താ ഈ സമയത്ത് കോഫിയും കുടിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചോദിച്ചോ? നോനോ, അങ്ങനെ ഒന്നുമില്ല. നീ വന്നല്ലോ, അത് നന്നായി. സുമേഷ് നിന്നെ ഫോൺ വിളിച്ചിരുന്നോ? ഇല്ല ഇല്ല, നിങ്ങളുടെ ഹൃദയം ടപ്പ് ടപ്പ് എന്നിരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാ ഓടി ഇങ്ങോട്ട് വന്നത്.
ഇതേ സൗണ്ട് ഹൃദയം എങ്ങനെ ഇരിക്കുന്ന ഞാൻ കേട്ടത്. ഇവിടെ ഇങ്ങനെ ടപ് ടപ്പ് എന്ന് ഇരിക്കുമ്പോ അവിടെ എനിക്ക് മിസ് യു എന്ന് പറയുന്നത് ശരിക്ക് കേൾക്കാം. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇത്രയും ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാ അത് മനസ്സിലാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ബോസ്? അത് ശരി, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാ നിങ്ങളുടെ ഹാർട്ട് എന്താ ബോസ് ഇങ്ങനെ പിടിക്കുന്നത്? ഐ തിങ്ക് മോസ്റ്റ്ലി ബട്ട് സൂക്ഷിക്കണം ബോസ്. ആവശ്യമില്ലാതെ ചിലപ്പോ നമ്മള് ഒരു മിനിറ്റ് കൊണ്ട് സൂയിസൈഡ് ചെയ്യും. എന്താടോ വിളിക്കുന്നേ? എനിക്കൊന്നുമില്ല ബോസേ, എല്ലാം നിങ്ങളുടേതല്ലേ. താങ്കൾ എന്തിനാണ് വെറുതെ സംസാരിച്ചുകൊണ്ട് ഒരിടത്ത് തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് മോണോ ആക്ടിങ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ബോസേ. ഈ സാഹിത്യം ഇത്തരക്കാരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അവന് സാഹിത്യനെ തീരെ ഇഷ്ടമല്ല. ഒന്ന് ചുമ്മിരിക്കാതെയ. നമ്മളെല്ലാവരും സാഹിത്യനെ കുറിച്ച് ഇങ്ങനെ ഇതുപോലൊരു ആംഗിളിൽ നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. അവള് ശരിക്കും വീട്ടിലെ ഏട്ടത്തമ്മയായിട്ട് വരുന്നുള്ള ടെൻഷനിലായിരുന്നു. അതും കറക്റ്റാ. എന്നാ ഇപ്പോ ചേട്ടന് സാഹിത്യയെ തീരെ ഇഷ്ടമല്ലെന്ന് അറിയാൻ പറ്റിയില്ലേ? എന്നാൽ അതിനേക്കാളും മുഖ്യമായിട്ട് വേദാന്തിന്റെ മനസ്സിൽ അമൂല്യോടുള്ള അടുപ്പം സ്നേഹമാണോന്ന് മനസ്സിലാക്കണമല്ലേ? അതെ, ആദ്യം ഈ ഒരു കാര്യം നടക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് അത്ര എളുപ്പമല്ല. നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പോയാ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല, പ്രേമൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്നുള്ള ബിൽഡപ്പും തരും. നിന്റെ ചേട്ടന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. പ്രോബ്ലം അല്ല പറയണ്ടേ, സൊല്യൂഷൻ പറയേ. അളിയ, നിങ്ങളിനെ കൗണ്ടർ അടിച്ച് ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. ഓഫീസിൽ നിന്ന് ലീവ് എടുത്തായിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളിയാ. പുതിയതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടതായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മതി, ചുമ്മാതിരിക്കെ. എല്ലാം വഴിയെ ശരിയാകും പറഞ്ഞാ ഞാൻ ചുമ്മാതിരുന്നത്. നമ്മൾ ഇനിയും ചുമ്മാതിരുന്ന ചേട്ടൻ സാഹിത്യ കല്യാണം കഴിക്കും. ഈ ചിരി ഇപ്പൊ എന്താ ആലോചിച്ചിട്ടാ? നിങ്ങളെല്ലാം ചേർന്നുകൊണ്ട് സാഹിത്യം നിനക്ക് നല്ല ജോഡിയാണ്, സാഹിത്യം നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞതിനല്ലേ നിന്റെ ചേട്ടൻ അന്ന് ദേഷ്യപ്പെട്ടത്? അതെ, എന്റെ സ്മൈലിന്റെ അർത്ഥവും അത് തന്നെയാണ്. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാതെ മനസ്സിലുള്ള എന്താന്ന് പറഞ്ഞ അത് കൊള്ളാം. അതങ്ങനെയല്ല മോളെ. നിങ്ങൾ സംസാരിപ്പിച്ച രീതിയിൽ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം തന്നെ വീണ്ടും വർക്കൗട്ട് ആവുമെന്നാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രോ? അതെന്താ? ഇപ്പൊ നീ ചെയ്ത പോലെ വീണ്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടാൻ പോയാ അമൂല്യെ സ്നേഹിക്കുന്ന കാര്യത്തില് വേദാന്ത് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം.
ഇത്രയും കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടും ഞങ്ങളാണ് ബ്രില്യന്റ് എന്ന് പറയുന്ന അവിടുത്തെ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാ ഐ എം റിയലി സോറി. നോട്ട് എ ബാഡ് പ്ലാൻ അറ്റ് ഓൾ. കുഴപ്പമില്ല, എന്റെ ഭർത്താവിന്റെ തലയിലും ബുദ്ധിയെ കുതിക്കാൻ തുടങ്ങി. നമസ്കാരം ചേച്ചി. हाय 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 ചേച്ചി വേഗം വാ, വന്നേ വരൂ വാ. അമ്മ ചേച്ചിക്ക് അമ്മ ചേച്ചിക്ക് ചേച്ചിക്ക് അമ്മ ചേച്ചിക്ക് Rowdy baby K, 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 അമ്മ ചേച്ചിക്ക് Rowdy baby K, അമ്മ ചേച്ചിക്ക് Rowdy baby K, അമ്മ ചേച്ചിക്ക് Rowdy baby K. എനിക്ക് എന്താ പറ്റിയത്? ഞാന് അതും വേദാന്ത് മേനോൻ ഇങ്ങനെയൊക്കെ സില്ലിയ ഇമാജിനേഷൻ ചെയ്യാന്ന് വെച്ചാ ഡിസ്കസ്റ്റിംഗ്. കണ്ണു കാണില്ലേ നിനക്ക്? നല്ല വേദനിക്കുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നടന്നൂടെ? എന്താ സ്വപ്നം കാണുക? എനിക്കൊന്നും പറ്റിയില്ല, ഐ എം ഫൈൻ. ജസ്റ്റ് ഒന്ന് ഇടിച്ചു, അത്ര തന്നെ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? വാട്ട്? എനിക്കെന്താ? എനിക്കൊന്നും ആയില്ലല്ലോ. നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ കാലിടിച്ചിരുന്നു. ഓ, എനിക്കൊന്നും പറ്റിയില്ല. വാട്ട്സ് റോങ് വിത്ത് മീ? എനിക്ക് ഇങ്ങനത്തെ ഫീലിംഗ് മുൻപുണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഇപ്പൊ ഇമാജിനേഷൻസ് കുറച്ച് കൂടുതലാ. എപ്പോ നോക്കിയല്ല സുമേഷ് വരും, എന്നിട്ട് ഫ്ലൂട്ടും വായിച്ചോണ്ട് എളിച്ചോണ്ട് ഈ ഓഫീസിലൂടെ നടക്കും. ഇതൊക്കെ എന്റെ ഇമാജിനേഷൻസ് ആണോ? ചില റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമാജിനേഷൻസ് ഇത്രത്തോളം ഉണ്ടാവാനുള്ള കാരണം എന്താ? ബോസ് ഐസ് കൊണ്ടുവന്ന് തരട്ടെ?
ആ ഐസ് എടുത്ത് തന്റെ തലയിൽ കുറച്ച് വെക്ക്. അയ്യോ ബോസേ, അടി കൊണ്ടത് ബോസിനാ, പിന്നെ എനിക്കെന്തിനാ ഐസ്? പിന്നെ എന്താ പറയണ്ടേ? ഓഫീസിൽ ഫ്ലൂട്ടും വായിച്ച് കൃഷ്ണന്റെ വേഷം കെട്ടി അങ്ങോട്ട് നടക്കുകയല്ലേ? തന്റെ തലയ്ക്ക് പ്രാന്തായി എന്നാ തോന്നുന്നേ. താൻ വെച്ചോ അത്. എന്താ ഫ്ലൂട്ടോ? അതും ഞാനോ? അത് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളോടുള്ള എന്റെ പേടി ഈ കേരളക്കര മുഴുവൻ അറിയാം. അങ്ങനെയുള്ളപ്പോ ഒരു പുലിയുടെ ചെവിയില് ജോക്ക് പറയാൻ ഞാൻ ശ്രമിക്കുവോ ബോസേ? ഐസ് എന്തിനാടോ? അത് ഞാൻ എവിടെ വെക്കണ്ടേ? സോറി ബോസ്, കുറച്ചുമ്പോ അടി കൊണ്ടുവന്ന് പറഞ്ഞ് കാല് തൂത്തോണ്ടിരുന്നല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. സൈക്കോ ഇഡിയറ്റ്, ഒന്ന് പോടാ അവിടുന്ന്. പോവാനോ? എവിടേക്കാ? എനിക്കിപ്പോ അമൂല്യെ കണ്ടേ പറ്റൂ. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാ. വരൂ ചേച്ചി, വരൂ ചേച്ചി, വരൂ, വാ, വന്നേ, വാ. നീ എപ്പോഴാടി സെലിബ്രിറ്റി ആയത്? വൻ ബിൽഡപ്പ് ആണല്ലോ തരുന്നത്. എനിക്കും അത് തന്നെ മനസ്സിലാവാത്തത്. എന്തായാലും കുറച്ച് ഓവറായിട്ടുണ്ട്. കുറച്ചല്ല, നന്നായിട്ട് ഓവർ ആവുന്നുണ്ട്. ചെറുതായിട്ട് എന്നെ ഒന്ന് പിച്ചിക്ക്. ഇത് ഡ്രീം ആണോ അതോ റിയൽ ആണോ എന്ന് ഞാനൊന്ന് കൺഫേം ചെയ്യും.